ആ, നീ എന്താ ഇങ്ങോട്ട് വന്നേ? എന്താ നിന്നവരവിടെ നിർത്തിയില്ലേ? എനിക്കറിയായിരുന്നല്ലോ ഇത് അവസാനം നീ ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. എന്താ അവരെ തന്നെ ഉപദ്രവിച്ചോ? അവന് എന്റെ മോൾക്കുള്ളതാന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ. പറഞ്ഞു കേൾക്കാതെ പോയതല്ലേ? അല്ല, ഞാൻ ആ തള്ളേന്റെ അടുത്ത് നീ എന്തിനായിട്ട് സംസാരിക്കാൻ നിൽക്കുന്നേ? അതെ, അവളാരും ഒഴിവാക്കിയിട്ടില്ല. ഇവിടെ നിൽക്കുന്നതിലും ഹാപ്പിയാണ് അവൾ. അവിടെ ഞങ്ങളെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വന്നതാ. അതെടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകും. അല്ലാതെ അവന് എന്റെ മോൾക്കുള്ളതാ എന്ന് പറഞ്ഞു കേൾക്കാൻ വേണ്ടി വന്നതൊന്നുമല്ല. നോക്കിക്കടി, നീ ഇപ്പൊ ഇതൊക്കെ പറയും. കുറച്ചു കഴിഞ്ഞാ അവന് ഇവളും മാത്രം സ്വന്തമാവും. നിങ്ങൾ സത്യം പറഞ്ഞ ജെനിയുടെ ലൈഫ് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടല്ല നിങ്ങളിത് ചെയ്യുന്നത്. നിങ്ങളിതൊക്കെ ചെയ്യുന്നത് ഒറ്റ കാര്യത്തിനാ, പണത്തിന് വേണ്ടിയിട്ട്. അവർക്ക് സ്വത്തുണ്ട്, അത്യാവശ്യത്തിന് പൈസയുണ്ട്. അതൊക്കെ കണ്ടിട്ടല്ലേ നിങ്ങൾ അവരെ മോഹിക്കുന്ന. അല്ലാണ്ട് അവരെത്രയൊക്കെ പറഞ്ഞിട്ടും അവന് ഇവൾക്ക് സ്വന്തം പറയുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ്. അല്ലാണ്ട് ഇവളെ ലൈഫ് നോക്കിയിട്ടല്ല നിങ്ങൾ നോക്കുന്നത്. പിന്നെ ജെനി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നിനക്ക് വേണമെങ്കിൽ കേൾക്കാം, അല്ലെങ്കിൽ നീ അതങ്ങ് വിടാം. എന്താന്ന് വെച്ചാല്, ഈ അമ്മയുണ്ടല്ലോ, നിന്റെ ലൈഫ് ഹാപ്പി ആവാനൊന്നല്ലേ ഈ ചെയ്യുന്നേ. ക്യാഷ് ഉണ്ടെങ്കിൽ ജീവിതം ഹാപ്പി ആവുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. സ്നേഹം വേണം, അപ്പോഴാണ് ലൈഫില് സക്സസ് ആവാ. നീയും അവനെ കെട്ടണോന്ന് പറയുന്നത് നിനക്ക് അവനെ ഇഷ്ടമുണ്ടായിട്ടല്ലാന്ന് എനിക്കറിയാം. ഈ നീ അമ്മ എന്ന് വിളിക്കുന്ന തള്ളയില്ലേ, ആ തള്ളേന്റെ ഒറ്റ വാശിയിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നതെന്നും എനിക്കറിയാം. നിന്റെ നല്ലതിന് വേണ്ടി പറയാം. നീ നിനക്കിഷ്ടമുള്ള ആളെ പോയി കെട്ടി നല്ലപോലെ ജീവിക്കുക. അല്ലാണ്ട് ഇവരെ വേർപ്പെടുത്തിയിട്ട് നീ സുഖമായി ജീവിക്കുന്ന കരുതണ്ട. അത് നടക്കില്ല. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്യും. ഞാൻ ഈ തള്ളയുടെ മോളെന്നാ, സ്വന്തം മോളായ ഞാനും ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഈ തള്ളയുടെ സ്വഭാവം. ഇനിയും നീ മനസ്സിലാക്കാണ്ട് നിന്റെ ജീവിതം തൊലഞ്ഞ് ഇല്ലാതാവുമ്പോഴേ നിനക്ക് മനസ്സിലാവും. വേണേ ഞാൻ പറയുന്ന പോലെ ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഈ തള്ള പറയുന്ന പോലെ ജീവിക്കാം. ഞാനെന്താ ഇങ്ങനെ നിൽക്കുന്ന ലൈഫും ഇവളുടെ ലൈഫും ഇല്ലാതാക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നീ വാടി, നമുക്ക് നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. ഐ തിങ്ക് ഷീസ് റൈറ്റ്. എന്ത് ശരി? അവള് പറഞ്ഞതിൽ ഒരു ശരിയില്ല. അവള് പറഞ്ഞതാണ് ശരി. എന്താ നീ പറയുന്നേ? നീ എന്താ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ? ഞാൻ പൂർണ്ണ ബോധത്തോടു കൂടി തന്നെയാണ് ഈ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും എൻ്റെ ലൈഫ് ഹാപ്പി ആവാനല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പണം അതിനു വേണ്ടി മാത്രമാണ്. അവള് പറഞ്ഞ പോലെ സ്നേഹമാണ് വലുത്, അല്ലാതെ പണമല്ല. പണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, സ്നേഹം വേണം. ഞാനിപ്പോൾ അവനെ കെട്ടിയെന്ന് വിചാരിക്കും, പണം ഉണ്ടാവും, പക്ഷേ സ്നേഹം എവിടെ? എനിക്ക് ജീവിക്കാൻ പണം മാത്രം പോരാ, സ്നേഹം കൂടി വേണം. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളങ്ങ് ചത്തുപോകും. പിന്നെ എനിക്കൊരു സ്നേഹം അവിടെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പണവും ലഭിക്കില്ല. പിന്നെ ഞാൻ പട്ടിണി. ഇത്രയും കാലം നിങ്ങൾ എൻ്റെ ലൈഫ് ഒരിക്കലും നോക്കിയിട്ടില്ല. കാരണം ഒരു ദിവസം എനിക്കൊരാൾ ഇഷ്ടമാണെന്ന് വന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ എന്നോട് വന്ന് പറഞ്ഞേ? അതൊന്നും വേണ്ട, ആരവനെ കെട്ടിക്കോ, അവന് പണമുണ്ട്, സ്ഥലമുണ്ട്, എല്ലാം ഉണ്ട്. മാരേജ് കഴിഞ്ഞാ പിന്നെ അതൊക്കെ നിന്റെ പേരിലാവും എന്നൊക്കെയല്ലേ നിങ്ങൾ എന്നോട് പറഞ്ഞേ. നിങ്ങൾ ഒരിക്കലും എൻ്റെ ലൈഫ് ഹാപ്പി ആണെന്ന് വിചാരിച്ചിട്ടില്ല. എനിക്കത് പൂർണ്ണമായിട്ട് ഇപ്പൊ മനസ്സിലായി. പണം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടത്, പണം മാത്രം. നീ എന്താ ഈ പറയുന്നേ? നിങ്ങൾക്ക് ഞാൻ ഇത്രയും പറഞ്ഞപ്പോ ഒന്നും മനസ്സിലായില്ലേ? എനിക്ക് പണം മാത്രം പോരാ, സ്നേഹം കിട്ടുന്ന ഒരു വീട്ടിലോട്ട് മാത്രം ഞാൻ പോകും. നിങ്ങൾ പറഞ്ഞ പോലെ ആരെയും കെട്ടാൻ എനിക്കിനി പറ്റില്ലാന്ന്. നീ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. അതെ, ഞാനിങ്ങനെ അല്ലായിരുന്നു. നിങ്ങൾ എന്തും ചെയ്യുന്ന ചെറ്റത്തരത്തിന് ഞാൻ കൂടെ നിന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്നെ മുതലെടുക്കുമായിരുന്നെന്ന്, അല്ലാതെ എൻ്റെ ലൈഫ് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തേന്ന്. മോളെ, നീ എന്താണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഞാനും ഇല്ലാതാവാ. അവളെ നീ ആദ്യത്തെ പോലെ ഇനി എന്നെ നിങ്ങൾക്ക് ഒരിക്കലും ആദ്യത്തെ ജനിയാവാൻ എന്നെ കിട്ടില്ല. ഞാനാവും. നിങ്ങൾ ചെയ്ത് കൂട്ടിയതിനൊക്കെ അവരോട് സോറി പറയണം, എനിക്കും പറയണം. ഞങ്ങളെ കൂടെ നിന്ന് ഞാൻ അവരൊരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാ. നീ എന്തായി പറയുന്നേ? ഞാൻ അവളോട് സോറി പറയണോ? അതും ആ നശിച്ചവളോട്? നിങ്ങൾ സോറി പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനൊരു മോളുള്ള കാര്യം നിങ്ങളൊന്ന് മറന്നേക്ക്.
മോളെ പോലെ ഞാൻ സോറി പറയാം. നിങ്ങൾ സോറി പറയുകയാണെങ്കിൽ നിങ്ങള് തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം അവരുടെ സോറി പറയാൻ, അല്ലാണ്ട് എനിക്ക് വേണ്ടി പറയരുത്. മനസ്സ് തട്ടിയിട്ട് സോറി പറയണം. ആ മോളെ, എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് തെറ്റാന്ന്. പക്ഷേ അവരിവിടുന്ന് പോയല്ലോ. പോയാലെന്താ, നമ്മളവരെ വീട്ടിലോട്ട് പോകും, എന്നിട്ട് സോറി പറഞ്ഞു വരും. ആ മോളെ, എന്നാ നമുക്ക് പോവാം. നിങ്ങളോ? എടി സോറി. എന്താ? ഞങ്ങൾ നിന്നോട് ചെയ്തത് ഒരിക്കലും പൊറുക്കാൻ പറ്റാതെ തെറ്റാ. ഞങ്ങളോട് നീ ക്ഷമിക്കൂലടി. നീ പൊറുക്കാൻ പറ്റാതെ തെറ്റാ ഞങ്ങൾ ചെയ്തേന്നറിയാം. എന്നാലും സോറി. എനിക്കെന്റെ തെറ്റുകൾ മനസ്സിലായി. എനിക്കാരോടും ദേഷ്യം വെറുപ്പൊന്നുമില്ല. എനിക്ക് നിങ്ങളെ ഇഷ്ടം തന്നെയുള്ളൂ. അന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എത്ര കാത്തിരുന്നിട്ടുണ്ടെന്നറിയോ, എത്ര കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയോ. എൻ്റെ അമ്മ മരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മക്ക് വാക്ക് കൊടുത്തത്. എൻ്റെ അമ്മ മരിച്ച അച്ഛൻ എന്തായാലും വേറെ കെട്ടുമെന്ന് എൻ്റെ അമ്മ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നാൾ എങ്ങനെ നിന്നാലും ഞാൻ തിരിച്ചൊന്നും പറയാൻ പോകണ്ട, ഒന്നിനും നിൽക്കണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും വെറുക്കില്ല. മോളെ അമ്മയോട് പൊറുക്കൂലടി നീ. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാം. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളൊന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് നമ്മളെ തെറ്റ് മനസ്സിലായി. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ വരാം. നിർബന്ധിക്കില്ല. താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി. ഇവരിനി അങ്ങോട്ട് വരും. പക്ഷേ 5 ദിവസം കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരും ഇവിടെ തന്നെ ആയിരിക്കും. അതെന്താ? സത്യമായിട്ടും ഇനി വരൊന്നും ഞാൻ ചെയ്യില്ല. എനിക്കെന്റെ തെറ്റ് മനസ്സിലായി. എനിക്കെന്റെ മക്കളെ വേണം. അങ്ങനെ പറഞ്ഞല്ല. 5 ദിവസം കഴിഞ്ഞാ ഇവരുടെ രണ്ടുപേരുടെയും മാരേജാ. ഞങ്ങളതൊക്കെ ഫിക്സ് ആക്കി വെച്ചതായിരുന്നു. 2 മാരേജാ? അതിൽ എന്നെയും കെട്ടിക്കൂലെ? എനിക്കൊരാളെ ഇഷ്ടാ. അവളെ ആരെ കൊണ്ട് കെട്ടിക്കാനാമ്മ? രണ്ടും കിടന്ന് മോങ്ങണ്ട. ഞങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാന്ന് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ അത് നിങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. അതൊക്കെ കണ്ടാൽ മനസ്സിലാവാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഇനി പ്രേമിച്ച് നടക്കാനൊന്നും സമയമില്ല. ഇനി രണ്ടിനും അങ്ങ് കെട്ടിക്കാൻ പോവാ. സത്യോടെ പറഞ്ഞു. ഹേ ഗൈസ്, ഈ ഒരു സ്റ്റോറി ഞാൻ പെട്ടെന്ന് വെച്ച് എൻ്റെ ആക്കിയത് തന്നെയാണ്. ഈ ഒരു കഥക്ക് മെയിനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് രണ്ടാരമ്മ, അവർ തമ്മിലുള്ള ക്രൂരത, പിന്നെ ഒരു റെഡി ആവുന്നത്, അങ്ങനെയൊക്കെയാണ്. നിങ്ങൾ കണ്ടല്ലോ. ഇതിൽ പ്രത്യേകിച്ചൊന്നും ഞാൻ ആഡ് ആക്കിയിട്ടില്ല. ഒന്നാമത് ഈ ഒരു സ്റ്റോറിക്ക് അങ്ങനെ വ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നത്തെ എന്താക്കാൻ കാരണം. പിന്നെ വേറെ 3-4 സ്റ്റോറി ഇടുന്നുണ്ടല്ലോ, അത് ഞാൻ നല്ല രീതി തന്നെ എൻ്റെ ചെയ്യും. യൂമിനും തേക്കും ഏത് കപ്പിൾസിൻ്റെ സ്റ്റോറീസ് ഞാൻ അത്യാവശ്യം ടിപ്സ് ഞാൻ കൊടുക്കാൻ ശ്രമിക്കാം. ഈ ഒരു സ്റ്റോറിക്ക് വല്ല സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ഇടാറുന്നത്. ഇതിന് തേക്കുക്കിൻ്റെ യൂമിൻ്റെ ആയാലും
ക്ലിപ്സ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോറിക്ക് ഒരു സപ്പോർട്ട് കിട്ടാണ്, കമന്റ് ഒക്കെ ഇടാന്നുണ്ടെങ്കിൽ ഞാൻ അതിന് സ്പെഷ്യൽ പാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഞാൻ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഇതിന് വ്യൂസ് ഇല്ല. മേ ബി ഈ സ്റ്റോറി രസമല്ലായിരിക്കാം, എനിക്ക് തോന്നുന്നത് രസമില്ലാന്ന്. അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നതും. പിന്നെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടവർക്ക് സ്പെഷ്യൽ പാർട്ട് ഒന്ന് കമന്റ് ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് ചെയ്യുന്നതായിരിക്കും സ്പെഷ്യൽ പാർട്ട്. അപ്പൊ ശരി, ബൈ.